ഒരു പൊന്നാട ചുറ്റുന്നു. പിന്നെ എൻ്റെ ഒരു പുതിയ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി അതിലെല്ലാം തന്നിട്ട് വിടുന്നു. ഇത് എൻ്റെ ലേറ്റസ്റ്റ് പുസ്തകം, എൻ്റെ ഒരു പുതിയ പതിപ്പ്, ഒരു ലേറ്റസ്റ്റ് പതിപ്പ് വന്നു. അതിൻ്റെ ഒരു കോപ്പി ജസിന്തയ്ക്ക് ഞാൻ കൊടുക്കുന്നു. അതിന് ഞാൻ എഴുതിയിട്ടുള്ളത് എൻ്റെ ഏറ്റവും വിശ്വസ്തയായ പ്രിയ സുഹൃത്ത് ജസിന്തയ്ക്ക് സ്നേഹപൂർവ്വം. നിങ്ങൾ കാണേണ്ടത് ജസിന്തയുടെ 5 പുസ്തകങ്ങൾ ഒന്നിച്ച് റിലീസ് ചെയ്തു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്. അതിൽ വന്ന ഈ കവർ ചിത്രം അസാധാരണമായ കവർ ചിത്രമാണ്. ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ ജസിന്ത എന്നെ നോക്കണമായിട്ട് തോന്നും. കുറേ കഴിഞ്ഞ് അങ്ങോട്ട് എന്ന് നോക്കുമ്പോൾ അപ്പോഴും ജസിന്ത എന്നെ നോക്കണമായിട്ട് തോന്നും. കേട്ടാ, ഇത്ര എനിക്ക് പറയാനും ജസിന്തയ്ക്ക് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഇനിയും സാഹിത്യം പിന്നെ ഒന്നും പറഞ്ഞോട്ടെ, ഈ ജസിന്തയ്ക്ക് സ്ത്രീ എന്ന നിലയിൽ ജാതി നോക്കി മതം നോക്കി ജസിന്തയ്ക്ക് പാര വയ്ക്കുന്നവർ ധാരാളമുണ്ട്. ഈ ചടങ്ങിന് പോലും പാര വെച്ച ആളുകളുണ്ട്. ഇതൊക്കെ ഞാൻ അറിഞ്ഞപ്പോൾ അന്തം വിട്ടുപോയി കേട്ടോ. നമ്മളാരും ആ പാരകളുമായിട്ട് നടക്കുന്നവരല്ല. ശിവകുമാർ വന്നു, നമ്മളൊന്നും ശങ്കർ വന്നു, നിങ്ങളെല്ലാം നമ്മളെല്ലാം ഉള്ളു തുറന്ന് ഓപനമായ ഒരു പീരീഡ് വന്നു ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി. എനിക്ക് വന്ന 5 മിനിറ്റ് പോകണമെന്നാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭാഗ്യകരമായിട്ടുള്ള ഒരു രോഗാവസ്ഥയിൽ കൂടി ഞാൻ കടന്നു പോവുകയാണ്. മരണം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നു. പക്ഷെ അതല്ല, ഇനി രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം കണ്ടു. സത്യം മെമ്മോറിയലിൽ രമണൻ, ചങ്ങമ്പുഴ രമണൻ അവതരിപ്പിക്കുന്നു. ജസിന്ത ഡാൻസ് ചെയ്യുന്നു. ഞാൻ അന്തം സദയം ക്ഷമിക്കുക, വീണ്ടും പിടിച്ച് മയക്കി പിടിച്ചു. സാറോടെ ഉണ്ട്, അതുകൊണ്ട് ശങ്കർ, മറ്റൊരു രഞ്ജി എന്നോട് പറഞ്ഞിന്ന് നിർബന്ധമായി പങ്കെടുക്കണം. രഞ്ജിയുടെ വീട്ടിൽ ഞാൻ ആവശ്യമായിട്ട് പോയത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ജസിന്ദായിട്ട് എനിക്ക് വലിയ അടുപ്പമൊന്നുമില്ല, ചില രചനകളും കാര്യങ്ങളും ഒക്കെ ഇല്ലെന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്തായിരുന്നാലും വളരെയധികം സന്തോഷമുണ്ട്. പണിക്കർ സാറിനെ പോലെയുള്ള ആളുകൾ ഇവിടെ എത്തി. പണിക്കർ സാറ് ഞാൻ പ്രശംസിക്കുന്നു. അതുപോലെ തന്നെ വളരെ കാലം, ദീർഘായുസ് നേരുകയാണ്. 60 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ 60 വയസ്സ് എന്നൊക്കെ പറയാൻ കട്ടിലിൽ നിന്ന് എഴുന്നേക്കില്ല. എല്ലാവർക്കും ഒരു എനർജി പകർന്ന് ഈ സംഘടന മുന്നോട്ട് പോകാനുള്ള എല്ലാ കരുത്തും പകർന്നു നൽകാറുണ്ട്. ഒപ്പം ഞാനൊരു ഗായികയായിട്ട് മുന്നോട്ട് പോകാനും സാറ് എൻ്റെ എല്ലാ ആക്ടിവിറ്റീസും മ്യൂസിക്കിൽ എന്നെ എൻകറേജ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ പാട്ടുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സാറ് എൻ്റെ ഈ എളിയ സൽക്കാരത്തിൽ പങ്കെടുക്കാനും പരിപാടിയിൽ പങ്കെടുക്കാനും ഒക്കെ വന്നത് വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. സാറിനെ ഞാൻ ആദരമായി ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്യുന്നു. പാട്ട് കേട്ട് ഞാൻ കുറച്ച് വിഷമിച്ചു, സ്വാഭാവികമായിട്ട്. ഞാനും ജസിന്തയും പരിചയപ്പെടുന്നത് എഴുത്തിൻ്റെ ലോകത്തിലാണ്. കാര്യമല്ല, അതിനകത്ത് നമ്മുടെ എക്സ്പ്രഷൻസ് അല്ല, നമ്മുടെ പ്രൊനൗൺസിയേഷൻ, നമ്മുടെ ആക്ഷൻസ്, ഇതെല്ലാം വളരെ ഓർമ്മശക്തി ഒക്കെ വേണം. അരികിൽ നിർത്തിക്കൊണ്ട് പറയാൻ എനിക്കൊരു മടിയും ഇല്ല. കാരണം മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ട്രൈലിംഗ്വൽ ലാംഗ്വേജ് നമ്മൾ പറയും. വളരെ പ്രാഗൽഭ്യത്തോടെ എഴുതുന്ന ഒരു കവയിത്രി, കഥാകൃത്ത്, ലേഖനങ്ങൾ എഴുതാറുണ്ട്, നോവൽ എഴുതിയിട്ടുണ്ട്. സാർ 50 കൂടി പോയി സാർ. ഞാൻ പറഞ്ഞിട്ടാ കയറിയത്. കാരണം പണ്ട് കാലത്തെ ആ ഒരു ധാവണിയൊക്കെ ചുറ്റി അങ്ങനെ വളരെ സന്തോഷമായിട്ട് നിൽക്കുകയാണ്. It is a grace to retire when many months to share the more sensitive to the people we like. One among thousands we like to care. All see now your prayer with love. Thank you so much, sir, for your wonderful words. ആദരിക്കണമെന്ന് സംസാരിക്കണേ. പ്രിയമുള്ളവരെ, ജസീന്ത ഒരു എഴുത്തുകാർ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഈ ഞാനിങ്ങനെ പൊയ്ക്കോട്ടെ. ഓക്കെ, അനിൽ സാർ സാഹിത്യകാരൻ, എൻ്റെ നല്ലൊരു ചങ്ങാതി, വളരെ വലിയൊരു കോർഡിനേറ്ററും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സംഘടന വഴിയുണ്ട്. അദ്ദേഹം 2 മലയാളം തന്നെ കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഈ അവസരത്തിൽ വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് നമ്മളൊരു പുസ്തകം ഇറക്കുന്നത്. വളരെ ഒരുപാട് രീതിയിലേക്ക് ഹാർദമായി ഞാൻ
അടിപൊളിയായിരിക്കുമല്ലോ. അതുകൊണ്ട് സായന്ത്രം മ്യൂസിക്സിന്റെ ഗാനമേള ഇടയ്ക്ക് ആശംസ. എല്ലാ പ്രോഗ്രാമുകളിലും കൊണ്ട് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ദീർഘായുസിനും അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഒരു പ്രോഗ്രാമിന് വരുന്നു എന്നറിയിച്ചപ്പോൾ അദ്ദേഹം ഓഫീസിലെ മാഗസിൻസിലും മാത്രം എഴുതി തിരിച്ചറിഞ്ഞ് ആദ്യത്തെ ബുക്ക് ഞാൻ ഏജീസ് ഓഫീസിലായിരുന്നു പ്രകാശനം ചെയ്തത്. AG കുര്യൻ സാറ് റെഡിയാക്കി അതിൻ്റെ അടുത്ത ദിവസം ജസീന്ത തന്നെ കൊണ്ടുവന്നു സ്പീഡ് പോസ്റ്റിലായിട്ട് അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മയെ വിളിച്ച് പറഞ്ഞു അമ്മയുടെ പേപ്പർ അയച്ചിട്ടുണ്ട്, കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യാത്ത ഒരു സാക്രിഫൈസിന് ആരും മെനക്കെടാറില്ല. നമുക്ക് എങ്ങനെ ഉയർന്നു പോകാൻ പറ്റും എന്നുള്ള ചിന്താഗതിയാണ് ഇന്ന് പലരിലും ഉള്ളത്. ആ മനസ്സൊക്കെ മാറ്റണം. ജസീന്ത ഒരു മാതൃകയാണ് എല്ലാത്തിനും, ഏത് കാര്യത്തിനും. മോറിസ് എന്നുള്ള പേര് തന്നെ ഒരു ഗംഭീര പേരാണ്. ഞാൻ ജസീന്ത മോറിസിന്റെ പ്രവർത്തനങ്ങൾക്ക് വിവിധ തലങ്ങളിൽ സർക്കാരിന്റെ അനുഭവങ്ങൾ തീവ്രമാണ്. നന്ദിയുടെ പൂച്ചൻ്റെ അവരിൽ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ 2 വാക്ക് സംസാരിച്ചു. നമ്മുടെ ജാജി ഇന്നോവേഷൻ കേട്ടിട്ടുണ്ടോ? അവർ വളരെ ഫേമസ് ആണ്. മറന്നിട്ടില്ല. എങ്ങനെ ഒരു പുരുഷൻ കയറി കാതിലും മനസ്സിൽ കുറുമ്പനായിട്ടുള്ള ഒരാളാണ് നിങ്ങൾ ഹൈറ്റ് ചെയ്യുമോ? Why you love Morris? Oh, it's so sweet. So sweet. പാടില്ല നമ്മെ നമ്മൾ പാടി മറന്നൊന്നും ചെയ്തുകൂടാ. സൗഹൃദ ബന്ധം പുലർത്തി